ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ പല സംഭവങ്ങളും പല രംഗങ്ങളും ഇങ്ങനെ കൺമുന്നിലൂടെ ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. വേറൊന്നും കൊണ്ടൊന്നുമല്ല, ഉച്ചയ്ക്ക് പ്രശസ്ത നിർമ്മാതാവ്, ചലച്ചിത്ര നിർമ്മാതാവ്, സിനിമാ സംഘടനാ നേതാവ്, തിയേറ്റർ ഉടമയൊക്കെയായ ലിബർട്ടി ബഷീറിൻ്റെ, ഞാനൊക്കെ ബഷീർക്കാന്ന് വിളിക്കുക, അദ്ദേഹത്തിന് ഫോൺ വന്നു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, പല്ലിശ്ശേരിയോട് സീമയ്ക്ക് സംസാരിക്കണം. സീമയ്ക്ക് സംസാരിക്കണം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു വല്ലായ തോന്നി. കാരണം ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് വിളിക്കാറില്ല, സംസാരിക്കാറില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സിനിമ ബന്ധം മാത്രമല്ല, ഞാനൊരു മലയാള സിനിമയിൽ എനിക്കൊരു സഹോദരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സീമ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് ഈ നിമിഷം വരെ കരുതിയിട്ടുള്ളൂ. എൻ്റെ മൊബൈലിലും ഞാൻ സീമ എന്നുള്ള പേര് സീമ സിസ്റ്റർ എന്നാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് എന്ത് തോന്നിയാലും, ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കും. നിഷ്കളങ്കമാണ്. ഒരാളെക്കുറിച്ച് കുറ്റം പറയാനുണ്ടെങ്കിൽ വേറെ ആരോടല്ല പറയുക, അത് മുഖത്ത് നോക്കി എന്നെ വിളിച്ച് പറയും. സ്നേഹവും അങ്ങനെ തന്നെയാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു നടിയെ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണം വായിക്കാം. അപ്പോൾ സീമയ്ക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞാൻ സീമയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് സീമ ഒരു പത്രപ്രവർത്തന അടിച്ച ടൈറ്റിലിട്ടുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. അത് കണ്ടിട്ട് ദേഷ്യമോ പരിഭവമോ ഒക്കെ പറയാനായിരിക്കും വിളിക്കുക എന്ന് കരുതി ഞാൻ നിന്നിരുന്നത് ഒരു 4-5 സുഹൃത്തുക്കൾക്കിടയിലാണ്. അപ്പോൾ ഇവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർ കേൾക്കണ്ടല്ല എന്ന് കുറച്ച് ദൂരേക്ക് മാറി നിന്നു. അപ്പോൾ ബഷീർക്ക പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഈ നമ്പറിൽ തിരിച്ച് വിളിക്കാൻ അവർ ശ്രമിക്കുകയാണത്. അപ്പോൾ തന്നെ അവരെ കോള് വന്നു. പഴയ പോലെ സീമ സിസ്റ്റർ എന്ന് എൻ്റെ മൊബൈൽ തെളിയുകയും ചെയ്തു. അതിനു മുമ്പ് അവർക്കിതറിയില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ മൊബൈലിൽ അടിച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സീമ. ഇത്തിരി പൗരുഷമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ സീമയാണ്. ഞാൻ സീമയാണ്, എനിക്കെന്താ? ഞാൻ ചോദിച്ചു. നിങ്ങൾക്കൊന്നുമില്ല, പക്ഷെ എനിക്ക് വിളിക്കാൻ തോന്നി, വിളിച്ചു. എന്താ കാര്യം പറയൂ? കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്കൊരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് നന്ദി പറയാനോ? അയ്യോ, ഇത് അത്ഭുതമാണല്ലോ, ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന സുഖങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ നന്ദി പറയുന്നത്? നന്ദി പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, എൻ്റെ ഒരു കൂട്ടുകാരി ആസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിരുന്നു. സീമേ, ഞാൻ നിനക്കൊരു വീഡിയോ അയക്കുകയാണത്, അതിൻ്റെ ഇത് റെക്കോർഡ് ചെയ്ത്, അതൊന്ന് കാണണം. അത് കാണണം എന്ന് പറഞ്ഞാൽ അത് അയച്ചെന്ന് നോക്കിയപ്പോൾ സീമ പത്രപ്രവർത്തനം അടിച്ച ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ സീമ പറയും, എനിക്ക് ദേഷ്യം വന്നു. എന്താണെന്ന് എനിക്ക് കാര്യം അറിയാം, ഉണ്ടായ സംഭവമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിപ്പോൾ കുത്തിപ്പൊക്കി സീമയ്ക്ക് സിനിമയില്ല, സീമയോടൊപ്പം ഭർത്താവ് ശശിയില്ല, ഞങ്ങൾ ആകെ തകർന്ന പരിവേഷത്തിൽ ഞങ്ങളെ വീണ്ടും ശവത്തിൽ കുത്തുന്ന പോലെ കുത്തി നോവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെ പലരും ഇപ്പം അങ്ങനെയാണല്ലോ. പീക്ക് പീരീഡിൽ ആരും ഒന്നും ചെയ്യില്ല, വീണ് കിടക്കുമ്പോൾ അടിക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, എന്താണ് ഇതിലുള്ളത്? അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയില്ല, നീ അത് കേൾക്ക്. ഞാൻ കേട്ടപ്പോൾ ഞാൻ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അതിന് നന്ദി പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരനും സഹോദരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു, ഈ നന്ദി എല്ലാവർക്കും ഉള്ളതല്ല. ഞാനങ്ങനെ എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടില്ല. അത് ഞാൻ കുത്തിപ്പൊക്കാനോ മറ്റുള്ള കുറ്റപ്പെടുത്താനോ വിനിയോഗിക്കുന്നില്ല. എനിക്ക് നന്ദി പറയാൻ തോന്നി, ഞാൻ വിളിച്ചു എന്നാണ് പറഞ്ഞത്. സന്തോഷം, ഞാൻ അടുത്ത മാസം മദ്രാസിൽ വരുന്നുണ്ട്, വിളിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചു. ഇതിങ്ങനെ പറയുമ്പോഴും നമുക്കൊരു സ്നേഹം കൂടുതൽ തോന്നുന്നത് എന്താ അറിയാം, ഈ സിനിമക്കാർ 95% നന്ദിയില്ലാത്തവരാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ആ നന്ദിയില്ലായ്മയുടെ കൂട്ടത്തിൽ കുറച്ച് വ്യക്തിത്വങ്ങൾ ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന് ആലോചിക്കണം. ഇപ്പോൾ സീമയെക്കുറിച്ച് പറയുമ്പോൾ, സീമയെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം. അതേ സ്ഥാനത്ത് ഞങ്ങൾ ദിവസവും 1-2 എപ്പിസോഡുകൾ ഇവിടെ പുകഴ്ത്തി തന്നെ മാന്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഈ മാസം ശമ്പളം തന്നിട്ടാണോ എഴുതുക? അന്ന് വരെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് പോലും ഒരു നന്ദി വാക്ക് വേണ്ട,
ഒരു മെസ്സേജ് ഇട്ടാൽ അതിന് തിരിച്ച് ഒരു മറുപടി പോലും തരാൻ വിസമ്മതിക്കുന്ന, അല്ലെങ്കിൽ മറുപടിക്ക് പോലും പ്രതിഫലം പ്രതീക്ഷിക്കുന്ന നടീനടന്മാരും സംവിധായകരും ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. അവർക്കിടയിലാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തു വന്ന അതിന് നന്ദി പറയാൻ മദ്രാസിൽ നിന്ന് സീമ എന്ന പ്രശസ്ത നടി വിളിച്ചതെന്ന് ആലോചിക്കണം. അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഈരാണി വിളിക്കുന്നു, അങ്ങനെ ഡെന്നീസ് വിളിക്കുന്നു, പലരും വിളിക്കുന്നു ആലോചിക്കണം. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഞാൻ ഇത് പറഞ്ഞ് നിർത്തുകയല്ല. ഈ സീമ വിളിച്ചു എന്ന് പറയും. സീമ ഇന്ന് എവിടെയാണ്? സീമ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സീമയും ശശിയും പീക്ക് പീരീഡിൽ നിൽക്കുമ്പോൾ തന്നെ 2 വീടുകൾ വെച്ചു. സീമ ഒരു വീടുകൾ വെച്ചു എന്നറിയിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വീരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ IV ശശി ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. IV ശശി സീമയുടെ മകൻ അനു വളരെ പ്രശസ്തനായൊരു സംവിധാനമായി തീരേണ്ടതാണ്. തെലുങ്കിലൊക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാരൻ മലയാളത്തിലേക്ക് ഇപ്പോൾ ആരും പടങ്ങൾ കൊടുത്ത് കൊണ്ടുവന്നിട്ടില്ല. അത് വേറെ കാര്യം. ഇവിടെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പല നടന്മാരും നടികളും പല സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും ഉണ്ടെന്ന് ആലോചിക്കണം. ഇവരൊക്കെ അഭിനയിച്ച ശശിയുടെ സിനിമകളിലൂടെ ഒരു സഞ്ചാരം നടത്തി നോക്കണം എന്ന് ആലോചിക്കണം. ഇവരങ്ങനെ ഒരു ദിവസം കൊണ്ട് പൊട്ടി മുളച്ച് വന്നതൊന്നുമല്ല. ശക്തമായ കഥാപാത്രങ്ങളെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ആദ്യത്തെ സിനിമകൾ കൊണ്ട് ഇവർ കാണിച്ച വിധേയത്വമൊക്കെ കണ്ട് വളർന്നവൻ തന്നെയാണെന്ന് ആലോചിക്കണം. ഈ നടീനടന്മാർ IV ശശിയുടെ ആദ്യത്തെ സിനിമ മുതൽ ഒപ്പമുണ്ടായ ആൾ തന്നെയാണ് ഞാനെന്ന് ആലോചിക്കണം. പിന്നെ കുറേ കാലം ഇവർ വളർന്ന് പന്തലിച്ചു, പണം കൂടുതൽ ചോദിച്ചു, സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ബഹുഭാഷകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശശി എന്ന സംവിധായകന് കൊടുക്കാൻ ഡേറ്റ് ഇല്ലാതായി എന്ന് ആലോചിക്കണം. ഒരു നല്ല ടെക്നീഷ്യനാണെന്ന് ആലോചിക്കണം IV ശശി. ആ ശശി ഒരു ഘട്ടത്തിൽ ഡേറ്റിന് വേണ്ടി കെഞ്ചി എന്ന് ഞാൻ പറയില്ല, ഡേറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല. എന്തിന്? ഒരു നടൻ പറഞ്ഞതെന്താ? അയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല എന്ന് ഉറക്കെ സംസാരിക്കുന്നത് കേട്ട് കണ്ണു നിറച്ച സീനുകൾ ഞാൻ കണ്ടിട്ടെന്ന് ആലോചിക്കണം. അത്രമാത്രം അധപതിച്ചോ നമ്മുടെ മലയാള സിനിമയിലെ വലിയ നടന്മാർക്ക് തോന്നിപ്പോയ നിമിഷമുണ്ട്. പക്ഷേ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല, ഇതൊന്നല്ല. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ജീവിച്ചിരുന്നാൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിരിക്കുകയെന്ന് ആലോചിക്കണം. അപ്പോൾ നന്ദികേടിൻ്റെ ഒരു കൂടാരം തന്നെയാണ് മലയാള സിനിമയിൽ. അങ്ങനെയെല്ലാം നല്ല വാക്കുകൾ കൊണ്ട് മാത്രമേ ഞങ്ങളുള്ളൂ. ഞങ്ങൾ നല്ല വാക്കുകൾ കൊണ്ടേ പറയാൻ പാടുള്ളൂ. ഒരു സിനിമയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ പിന്നെ അവരുടെ ആരാധകരെ വിട്ടുകൊണ്ട് തെറി പറയിക്കുമെന്ന് ആലോചിക്കണം. ഇവരൊന്നും പറയാൻ പാടില്ല. കാരണം ദൈവമുണ്ടെന്ന് വിശ്വസിക്കും, ദൈവതുല്യരായിട്ട് ഇവരെ കാണണമെന്നുള്ളതാണ് സത്യം ആലോചിക്കണം. ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ ഇവർക്കൊന്നും പുച്ഛമായിരിക്കാം. അതേ സ്ഥാനത്ത് ഇവരെക്കുറിച്ച് വരുന്ന മറ്റു വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം. ഞങ്ങൾ ആരെയും വേറെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ആരുടെ മുമ്പിലും കൈകൂപ്പാനോ കൈ കഴുകാനോ ഇത് കാണിക്കാനോ ഒന്നിനും ഒരു കെഞ്ചി പോയിട്ടില്ല. അപ്പോൾ ദിവസവും നമ്മളിങ്ങനെ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ല എപ്പിസോഡ് പോലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നന്ദി വാക്ക് പോലും പറയാൻ മറക്കുന്നവർ, ആ നന്ദി വാക്കിന് പോലും ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നവർ, ഈ സീമയെ പോലെയുള്ള നടികൾ ഈ നല്ല വാക്കുകൾ പറയുമ്പോൾ, അപ്പോൾ മലയാള സിനിമയിൽ നശിക്കാത്ത കുറേ മനസ്സുകളുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും കുറേ പേരുണ്ടാവട്ടെ. നിങ്ങളെ വളർത്തിയവർ, നിങ്ങൾക്ക് വഴി തെളിയിച്ചവർ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ഓർക്കണം. ഗുണം ചെയ്യണ്ട. ആ വഴിയെങ്കിലും ഈ വഴിയിലൂടെയാണ് ഞാൻ വന്നത്, ഇന്ന ആൾക്കാരാണ് എന്നെ വളർത്തിയത്, ഇന്ന എഴുത്തുകാരിലൂടെ എന്നെ വളർന്നത് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിക്കണം. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ട് ഇവിടെ, പ്ലാവിൻ്റെ പച്ച ഇല അവിടെ നിൽക്കും, പഴുത്ത ഇല വീഴും. അപ്പോൾ അവർ ചിരിക്കുന്നൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ എല്ലാ പച്ച ഇലകളും പഴുത്ത് വീഴുമെന്ന് ഈ പച്ചയില ആലോചിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ സർവ്വ സമ്പന്നത്തോടും എല്ലാ പ്രശസ്തിയോടും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും, നിങ്ങളും വീണ് കിടക്കുന്ന ഒരു പഴുത്ത ഇലയാണെന്ന്. നിങ്ങൾ മേലോട്ട് നോക്കുമ്പോൾ അവിടെയും കുറേ പച്ച ഇലകൾ കാണും. ആ പച്ച ഇലകൾ നിങ്ങൾ നോക്കി ചിരിക്കും. ഇത് ഒരു സാധാരണ സംഭവം തന്നെയാണ്. ഓർക്കുക, ചെയ്യുന്ന കാലം ഒത്തിരി നന്മകളെങ്കിലും
ചെയ്യാൻ ശ്രമിക്കുക.